നമസ്കാരം. +1 ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്ന ബോട്ടണിയിൽ അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൽ ആദ്യം പഠിക്കുന്ന ചാപ്റ്ററാണ്, അധ്യായമാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സ്പീഷീസുകളായിട്ടും ജീനസുകളായിട്ടും ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം എന്നിങ്ങനെ പലതരത്തിൽ നമ്മൾ ജീവജാലങ്ങളെ തരംതിരിച്ചിട്ടുള്ളതായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്നും നമുക്കറിയാം അല്ലേ? ജീവജാലങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ തരത്തിലുള്ള ജീവജാലങ്ങളെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ മാർഗങ്ങൾ നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ തരത്തിലൊക്കെ സ്പീഷീസ്, ജീനസ് എന്നൊക്കെ തരത്തിലൊക്കെ ജീവജാലങ്ങളെ തരംതിരിക്കാനുള്ള കാരണം. ഇനി ഇങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ പലതരത്തിലുള്ള പേരുകളുണ്ടല്ലേ? അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം. നിയു എന്നറിയപ്പെടുന്ന ഒരു ജീവജാലം എന്താണെന്ന് ഞാൻ ആദ്യം പറയുന്നില്ല. നിയു, സമോവൻ ലാംഗ്വേജിൽ നിയു എന്ന് പറയുന്ന ഈ ചെടിക്ക് സ്പാനിഷ് ഭാഷയിൽ പാമ ദെ കൊക്കോ ബ്ലാങ്കോ എന്ന ക്യൂബൻ ലാംഗ്വേജിലും ഇന്തോനേഷ്യയിലെ കെലാപ്പ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ജീവി അല്ലെങ്കിൽ ചെടി എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ കൊക്കോസ് ന്യൂസിഫെറ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തെങ്ങ് അല്ലെങ്കിൽ കോക്കനട്ട് ട്രീ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രീയ നാമങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന്, സ്പീഷീസ്, ജീനസ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ക്ലാസിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ലോകത്തെവിടെ ചെന്നാലും ഒരു ജീവജാലം അല്ലെങ്കിൽ ഒരു ചെടി അല്ലെങ്കിൽ അതിന് ഒരേ പേരായിരിക്കണം, തിരിച്ചറിയാൻ എളുപ്പമായിരിക്കണം അല്ലേ? അതൊരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചെടി നമുക്ക് ലോകത്തെവിടെ ചെന്നാലും കൊക്കോസ് ന്യൂസിഫെറ എന്ന് പറയുമ്പോൾ അത് തന്നെയായിട്ടാണ് കൊക്കോസ് ന്യൂസിഫെറ തെങ്ങ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി പണ്ട് കാലത്തുള്ള ക്ലാസിഫിക്കേഷൻ മെത്തേഡുകളും രീതികളും ഒക്കെ പണ്ട് തന്നെ നിലനിന്നിരുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ പലതരത്തിൽ ജീവജാലങ്ങളെ തമ്മിൽ വേർതിരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് തമ്മിൽ വേർതിരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ കാലഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് വളരെ ലളിതമായ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്റ്റേണൽ അപ്പിയറൻസ്. ഒരു ജീവജാലത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ജീവജാലം എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, അങ്ങനെ നോക്കിയിട്ട് അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? അതിനെ പ്ലാന്റ്സ് എന്ന്, ആനിമൽസ് എന്നും പറഞ്ഞ് തിരിച്ചു. പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? ട്രീസ് എന്നും ഷ്രബ്സ് എന്നും ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ചു. ഇവിടെ ട്രീസ് കാണാം അല്ലേ? ട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വലിയ ബാർക്കോട് കൂടിയ വലിയ തിക്ക് സ്റ്റെംഡ് ആയിട്ടുള്ള ടോളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് ട്രീസ് എന്ന് പറയുന്നത്. താഴെ തൊട്ട് തന്നെ ബ്രാഞ്ചിങ് ആരംഭിക്കുന്നവയാണ് ഷ്രബുകളെന്ന് പറയുന്നത്. കട്ടിയുള്ള സ്റ്റെമ്മൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ട്രീസിൻ്റെ അത്രയും വലിപ്പം അതിനുണ്ടാവില്ല. ഇനി ഫ്ലഷി സ്റ്റെമ്മുള്ള സോഫ്റ്റൻഡ് ആയിട്ടുള്ള ചെടികളാണ് ഔഷധികളെന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ പ്ലാന്റുകളെ ഇങ്ങനെ തരംതിരിച്ചു. അതേപോലെ തന്നെ ആനിമൽസിനെ റെഡ് ബ്ലഡ് ഉള്ളവയെന്നും റെഡ് ബ്ലഡ് ഇല്ലാത്തവയെന്നും തിരിച്ചു. അപ്പോൾ റെഡ് ബ്ലഡ് ഉള്ളവയ്ക്ക് ഹീമോഗ്ലോബിൻ ആയിരിക്കും. ബാക്കിയുള്ള ജീവജാലങ്ങളില്ലാത്ത വയലറ്റ് ബ്ലഡുള്ള ജീവജാലങ്ങളുണ്ട്, ബ്ലൂ ബ്ലഡുള്ള ജീവജാലങ്ങളുണ്ട്, ഗ്രീൻ ബ്ലഡുള്ള ജീവജാലങ്ങളുണ്ട്. ഇനി അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പ്രമുഖമായ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ലിനേയസ്, കരോളസ് ലിനേയസ് എന്ന് നമ്മൾ എഴുതുന്നു. കാൾ ലിനേയസ് എന്ന് പറയുന്ന അദ്ദേഹം ഈ പറയുന്ന 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടു. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം ചെടികളെ പ്ലാന്റുകൾ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. എല്ലാ ജന്തുക്കളെയും ആനിമാലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലും ഉൾപ്പെടുത്തി. അപ്പോൾ 2 കിങ്ഡമായിട്ടാണ് അദ്ദേഹം ലിനേയസ് ജീവജാലങ്ങളെ തരംതിരിച്ചത്. അപ്പോൾ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ രീതികൾ നമ്മൾ കണ്ടു. ഒന്ന് അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടവും ഒന്ന് ലിനേയസിൻ്റെ കാലഘട്ടവും. രണ്ടും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് മനസ്സിലാക്കുന്നു. ഇനി
ഒത്തിരിയധികം അഡ്വാൻറ്റേജസ് അന്നത്തെ കാലത്ത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, പോരായ്മകളും ഈ പറയുന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ രീതിക്ക് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയെ തമ്മിൽ, ഈ യൂക്കാരിയോട്ടുകളെയും പ്രോക്കാരിയോട്ടുകളെയും തമ്മിൽ ഇവ വേർതിരിച്ചില്ല. എന്താണ് യൂക്കാരിയോട്ട് അല്ലെങ്കിൽ പ്രോക്കാരിയോട്ടുകൾ എന്ന് പറയുന്നത്? യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവജാലങ്ങൾക്കെല്ലാം എന്തുണ്ടാവും? ആ സെല്ലിനകത്ത് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള ഒരു സെൽ ഓർഗനൽസ് ഉണ്ടാവും. അപ്പോൾ യൂക്കാരിയോട്ടുകൾക്ക് മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ടാകും. ന്യൂക്ലിയസിനാണെങ്കിലും ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാകും. പക്ഷേ പ്രോക്കാരിയോട്ടുകൾക്ക് വിപരീതമാണ്. പ്രോക്കാരിയോട്ടുകൾക്ക് ഇങ്ങനെ മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള ഒരു ഓർഗനലുകളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ യൂണിസെല്ലുലാർ, ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് അമീബ. ഈ അമീബയുടെ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും, അത് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസവുമായിട്ട് യാതൊരു വേർതിരിവും ഈ ഒരു കിങ്ഡത്തിൽ ക്ലാസിഫിക്കേഷൻ ശൈലിയിൽ ഉണ്ടായില്ല. അതേപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആൽഗെ, അതേപോലെ തന്നെ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫംഗസുകൾ, ഇവയെ തമ്മിലൊന്നും വേർതിരിച്ചില്ല. അപ്പോൾ ഇത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ്റെ ഒരു പോരായ്മയാണ്. ഇനി വേറൊരു കാര്യം നോക്കിയാൽ എങ്ങനെയാണ്? ധാരാളം ഓർഗാനിസംസ് ഈ രണ്ട് വിഭാഗത്തിലും പെട്ടില്ല എന്നുള്ളതാണ്. രണ്ട് വിഭാഗത്തിലും പെടാത്ത ധാരാളം ഓർഗാനിസംസ് ഇവയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഈ രണ്ട് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇത് കൊണ്ടുവന്നത്, പ്രപ്പോസ് ചെയ്തത് കാർൽ ലിനേയസ് ആണ്. ഇതും ഒരു പോരായ്മയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി എന്തിനൊക്കെയാണ് സാധാരണഗതിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പോരായ്മകൾ കണ്ടു അല്ലേ? ഇത്രയും നേരം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ശൈലികളാണ് നമ്മൾ കണ്ടത്. അത് അവലംബിച്ചുകൊണ്ടുള്ള മോർഫോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ്, കളർ ഓഫ് ലീഫ്, കളർ ഓഫ് ഫ്രൂട്ട്സ്, റൂട്ട് എങ്ങനെയാണ്, ഇങ്ങനെ മോർഫോളജിക്കലായിട്ടുള്ള ഒരു താരതമ്യ പഠനം നടത്തിയുള്ള ക്ലാസിഫിക്കേഷൻ രീതികളാണ് നമ്മളിപ്പോൾ കണ്ടതെങ്കിൽ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മോർഫോളജി പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിഗണിക്കേണ്ട മറ്റു കാര്യങ്ങളാണ്. ഒന്നാമത്തത് സെൽ സ്ട്രക്ചർ എന്ന് പറയും അല്ലേ? കോശത്തിൻ്റെ ഘടന, കോശഘടന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കോശത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോശത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കോശത്തിന് അതുപോലെ തന്നെ നേച്ചർ ഓഫ് വാൾ, സെൽ വാൾ ഉണ്ടോ, സെൽ വാൾ ഇല്ലാത്തതാണോ, മോഡ് ഓഫ് ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക് ആണോ, ഹോളോസോയിക് ആണോ, ഫോട്ടോസിന്തറ്റിക് ആണോ, കീമോസിന്തറ്റിക് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ഹാബിറ്റാറ്റ്, വേർ ദ ഓർഗാനിസം ലിവ്സ്. ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ചെടി എവിടെയാണോ ജീവിക്കുന്നത് അത് പരിഗണിക്കണം. അതേപോലെ മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ്റെ മെത്തേഡുകൾ, പ്രിമിറ്റീവ് ടൈപ്പ് റീപ്രൊഡക്ഷൻസ് ആണോ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡുകളാണോ, അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡുകളാണോ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളാണോ, ഇതൊക്കെ നമ്മൾ പരിഗണിക്കുന്നു. അതേപോലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്സ്, എവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്നു. എവല്യൂഷണറി സീക്വൻസ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നു. ഇവയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവ മാത്രമല്ല, അനാട്ടമി, ഇതൊക്കെ എല്ലാം നമ്മൾ പരിഗണിക്കണം. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ശൈലിയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ജീവജാലങ്ങളെ 5 കിങ്ഡംസ് ആയിട്ട് തിരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ശൈലി. അതാണ് നമ്മുടെ ടെക്സ്റ്റിൽ ടേബിൾ 2.1 കാണുന്നത്. ഇവിടെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആ ഒരു ശാസ്ത്രകാരൻ, സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് R.H. വിറ്റാക്കറാണ്. 1969 R.H. വിറ്റാക്കറാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് ക്രൈറ്റീരിയകളായിട്ട് എടുത്തതെന്നുള്ളത്, പഠനവിധേയമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാൻ നമ്മൾ നേരത്തെ കണ്ടു, സെല്ലിൻ്റെ ഘടന എങ്ങനെയാണ്. അതേപോലെ താലസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അൺഡിഫറൻഷിയേറ്റഡ് ബോഡിയെയാണ്
ഇപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിൽ സ്റ്റെമ്മെന്നോ ലീഫെന്നോ റൂട്ടെന്നോ വേർതിരിക്കാതെയുള്ള ഒരു മാസ്സായിട്ടായിരിക്കും ബോഡി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ താലസ് ഓർഗനൈസേഷൻ എന്ന് പറയും. അങ്ങനെയാണോ, താലസ് ആണോ, നോൺ താലസ് ആണോ, അല്ലെങ്കിൽ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണോ ഈ ഫിസിക്കലി ഒരു ഓർഗാനിസത്തിലുള്ളത്? ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാര സമ്പാദന ശൈലി അതെന്താണെന്ന് നമ്മൾ പരിഗണിക്കുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ റീപ്രൊഡക്ഷൻ ഇത് പരിഗണിച്ചു അദ്ദേഹം. അതേപോലെ എവല്യൂഷണറി ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അതും ജീവപരിണാമം കൂടി ആ രീതികൾ കൂടി അദ്ദേഹം ഇവിടെ പരിഗണിച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് 5 കിങ്ഡംസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കിങ്ഡം മൊണീറ, രണ്ടാമത്തത് കിങ്ഡം പ്രോട്ടിസ്റ്റ, മൂന്നാമത്തത് കിങ്ഡം ഫംഗായി, നാലാമത്തത് കിങ്ഡം പ്ലാന്റേ, അഞ്ചാമത്തത് കിങ്ഡം ആനിമാലിയ. അങ്ങനെ 5 കിങ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗായി, പ്ലാന്റേ ആൻഡ് ആനിമാലിയ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്? ലെഫ്റ്റ് സൈഡിൽ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് നോക്കുക. ഒന്നാമത്തത് സെൽ ടൈപ്പ്. മൊണീറൻസിൻ്റെ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിൻ്റെ സെൽ ടൈപ്പ് എന്താണെന്നാണ് നമുക്ക് ആദ്യം പരിഗണിക്കേണ്ടത്. ഇവിടെ എന്താണ്? പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സെൽ ടൈപ്പാണ്. എന്താണ്? പ്രോകാരിയോട്ടിക്. നമ്മൾ നേരത്തെ കണ്ടു, ഈ പറയുന്ന കോശത്തിനുള്ളിലുള്ള അകത്തുള്ള സെൽ ഓർഗനൽസ് ഒന്നും എന്ത് വെച്ച് പൊതിഞ്ഞിട്ടില്ല? മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞതല്ല. നോൺ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസാണ് കിങ്ഡം മൊണീറയിലുള്ളത്. അതിൻ്റെ ന്യൂക്ലിയർ എൻവലപ്പ് ഒന്നും അതിനില്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും അതിനില്ല. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റ നോക്കുകയാണെങ്കിലോ സെൽ ടൈപ്പ് എന്താണ്? യൂക്കാരിയോട്ടിക് ആണ്. എന്താണ്? യൂക്കാരിയോട്ടിക് ആണ്. യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഇപ്പോൾ സെൽ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിന് ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞതായിരിക്കും. അതിനുള്ളിലായിരിക്കും ന്യൂക്ലിയോലസും ക്രോമസോമുകളൊക്കെ ഇരിക്കുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഫംഗസുകളിലും പ്ലാന്റ്സിലും ആനിമൽസിലും ഇതേപോലെ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള സെൽ ടൈപ്പാണ് കാണുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കിങ്ഡം മൊണീറയിൽ മാത്രമേ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളൊരു സെൽ ടൈപ്പ് ഉള്ളൂ. ബാക്കിയുള്ളവയെല്ലാം യൂക്കാരിയോട്ടിക് ആണ്. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ ഒന്ന് എടുത്ത് നോക്കിക്കേ. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? കിങ്ഡം മൊണീറയില്ലാത്ത സെൽ വാൾ എങ്ങനെയുള്ളതാണ്? നോൺ സെല്ലുലോസിക് ആണ്. നോൺ സെല്ലുലോസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെല്ലുലോസ് അല്ലാത്ത സെൽ വാളാണ് കിങ്ഡം മൊണീറയിലുള്ളത്. ഇവിടെ എന്താണുള്ളത്? പോളിസാക്കറൈഡുകളും അമിനോ ആസിഡുകളും കൊണ്ട് പൊതിഞ്ഞ ഒരു നോൺ സെല്ലുലോസ് കൊണ്ട് അല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു സെൽവാളാണ് കിങ്ഡം മൊണീറയിലുള്ളത്. ഇനി പ്രോട്ടിസ്റ്റയിൽ ഇതേപോലെ സെൽവാൾ ഉണ്ട്. നമുക്കത് ഓരോ ഡിവിഷനിലും ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി ഫംഗസുകൾ എങ്ങനെയാണ്? കൈറ്റിൻ കൊണ്ട് അല്ലെങ്കിൽ കൈറ്റിനേഷ്യസ് ആയിട്ടുള്ള ഒരു സെൽവാളാണ് ഈ ഫംഗസുകളിലുള്ളത്. അവിടെ സെല്ലോസ് ഇല്ല. കിങ്ഡം പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിലോ സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയ ഒരു സെൽവാളാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫംഗസുകൾ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയതും പ്ലാന്റ്സിൽ സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയതുമാണ്. അപ്പോൾ ആനിമലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെൽ വാൾ എന്ന് പറയുന്നത് ഇല്ല. അവിടെ സെൽ മെംബ്രെയിൻ മാത്രമാണുള്ളത്. പ്ലാന്റ്സിൽ, ഫംഗസുകളിലും പ്രോട്ടിസ്റ്റൻസിലും മൊണീറൻസിലുമാണ് ഈ പറയുന്ന സെൽ വാൾ കാണുന്നത്. കിങ്ഡം ആനിമാലിയയിലില്ല. എന്തെങ്കിലും ആബ്സെൻ്റ് ആണ്. ഈ പറയുന്ന സെൽ വാൾ ആബ്സെൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടർ നോക്കിക്കേ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കണ്ടേ. സെല്ലുണ്ട്. ഈ സെല്ലിന് അകത്തായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, കോശമർമ്മമുണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോലസ് ഉണ്ട്. അതിനുമകത്തായിട്ട് ക്രോമസോമുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ എങ്ങനെയാണ് ഇവിടുത്തത്? ഇവിടെ മൊണീറൻസിൽ ആബ്സെൻ്റ് ആണ്. നമുക്കറിയാം. അതുകൊണ്ട് അവയെ പ്രോകാരിയോട്ടിക് എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി ഈ പറയുന്ന പ്രോട്ടിസ്റ്റൻസിലും ഫംഗസുകളിലും പ്ലാന്റ്സിലും ആനിമൽസിലും എന്തുണ്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, പ്രസൻ്റ് ആണ്. അതുകൊണ്ട് അവയെ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നു. ഇനി ബോഡി ഓർഗനൈസേഷൻ, നാലാമത്തെ ക്യാരക്ടറാണ് ബോഡി ഓർഗനൈസേഷൻ.
ഇവിടെ കിങ്ഡം മൊണീറയിൽ എന്ന് പറഞ്ഞാൽ സെല്ലുലാറാണ്, സെല്ലുകളാണ്, ഒരു സെല്ലാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റൻസിലും അതുപോലെ തന്നെയാണ്. ഇനി ഫംഗസുകളിലേക്ക് എങ്ങനെയാണ്? ഫംഗസുകളിലേക്ക് എത്തുമ്പോഴേക്കും മൾട്ടി സെല്ലുലാരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂസ് ആയിട്ട് അതിനെ കാണപ്പെടുന്നു. ഫംഗസുകളിൽ മൾട്ടി സെല്ലുലാർ, ഒന്നിലധികം കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയവയോ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂസ് കൊണ്ടുണ്ടാക്കിയവയോ ആണ് ഈ പറയുന്ന ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി കിങ്ഡം പ്ലാന്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കിങ്ഡം പ്ലാന്റയിൽ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? ടിഷ്യൂസായിട്ടും ഓർഗൻസായിട്ടുമാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ് കാണപ്പെടുന്നത്? ടിഷ്യൂസായിട്ടും അതുപോലെ തന്നെ ഓർഗൻസും, കലകളും അവയവങ്ങളുമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അനിമൽസിൽ എങ്ങനെയാണ്? ടിഷ്യൂസ് ഉണ്ടാവും, ഓർഗൻസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റംസ് അല്ലേ, ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റമുള്ള ജീവജാലങ്ങളാണ് മനുഷ്യർ, മറ്റ് മൃഗങ്ങളൊക്കെ എല്ലാം ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം. കൈ, കാല്, മൂക്ക്, കണ്ണ്, അങ്ങനെ സെൻസറി ഓർഗൻസ്, ലോക്കോമോട്ടറി ഓർഗൻസ്, അങ്ങനെയുള്ള എല്ലാ ഡിഫറൻസിയേഷനും നടന്ന ഓർഗൻ സിസ്റ്റംസ് ഉള്ളവയാണ് കിങ്ഡം അനിമലിയിലുള്ള ആനിമൽസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ കിങ്ഡം മൊണീറയിൽ ഓട്ടോട്രോഫിക് ആണ്, അതായത് സ്വന്തമായി ആഹാരം ഉണ്ടാക്കാനായിട്ട് അവയ്ക്ക് സാധിക്കുന്നു. അത് പലതരത്തിലുണ്ടാകാം. കീമോസിന്തറ്റിക്കും ഉണ്ടാകാം, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ടാകാം. ഒന്നെങ്കിൽ കെമിക്കൽസിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നവയുണ്ടാകാം, സൺലൈറ്റിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നവയുണ്ടാകും. അതേപോലെ തന്നെ എങ്ങനെയാകാം? സാപ്രോഫൈറ്റിക് ആവാം, അതുപോലെ തന്നെ പാരസൈറ്റിക്കും ആവാം. അപ്പോൾ ഓട്ടോട്രോഫിക് ആവാം, സാപ്രോഫൈറ്റിക്കും അല്ലെങ്കിൽ പാരസൈറ്റിക്കും ആവാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡുകളാണ് കിങ്ഡം മൊണീറയിൽ കാണുന്നത്. ഇനി അടുത്തത് എന്താണ്? പ്രോട്ടിസ്റ്റൻസിൽ എങ്ങനെയാണ്? ഓട്ടോട്രോഫിക് ആണ്, അതേപോലെ തന്നെ ഹെട്രോട്രോഫിക് ന്യൂട്രീഷനുമാണ്. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഫോട്ടോസിന്തറ്റിക് ആണ് ഓർഗാനിസംസ്, അതേപോലെ ഹെട്രോട്രോഫിക് ആണ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഫംഗസിൽ മോസ്റ്റ്ലി ദേ ആർ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ്. അവ മറ്റ് ജീവജാലങ്ങളിൽ നിന്നോ ഡെഡ് ഓർഗാനിസംസിൽ നിന്നൊക്കെ ആഹാരം സ്വീകരിക്കുന്നു. അപ്പോൾ സാപ്രോഫൈറ്റിക് ആവാം, ചിലവയൊക്കെ എങ്ങനെയാണ്? പാരസൈറ്റിക്കുമാണ് അല്ലേ. നമുക്ക് ചൊറി, ചിരങ്ങ്, പുഴുക്കടി, അങ്ങനെയുള്ള പല ചൊറിയും ചിരങ്ങുകളൊക്കെ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ചുണങ്ങ്, ചൊറിയും ചിരങ്ങും അല്ല, ചുണങ്ങ്, ഇതൊക്കെ എല്ലാം അത് ഫംഗസാണ്. അത് അപ്പോൾ ഒരു പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് അവിടെ കാണുന്നത്. ഇനി സാപ്രോഫൈറ്റിക് കൂൺ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പ്ലാന്റ്സ്, കിങ്ഡം പ്ലാന്റ്സിൽ എങ്ങനെയാണ്? ദേ ആർ ഫോട്ടോസിന്തറ്റിക് അല്ലേ. കിങ്ഡം പ്ലാന്റ്സിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ന്യൂട്രീഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കിങ്ഡം ആനിമാലിയയിൽ എന്താണ്? ഹോളോസോയിക്കും സാപ്രോഫൈറ്റിക്കും മോഡ് ഓഫ് ന്യൂട്രീഷൻ അടങ്ങിയ ഹെട്രോട്രോഫിക് ന്യൂട്രീഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഹെട്രോട്രോഫിക് ന്യൂട്രീഷനാണ്, സ്വന്തമായി ആഹാരം പാകം ചെയ്യാൻ പറ്റില്ല, മറ്റ് ജീവജാലങ്ങളെ ആശ്രയിച്ചാണ് ഈ കിങ്ഡം ആനിമൽസിൽ മറ്റ് ജീവജാലങ്ങളെ ആശ്രയിച്ചാണ് അവ ജീവിക്കുന്നത്. അപ്പോൾ ഈ 5 കിങ്ഡത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു. പലതരത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഏറ്റവും അറ്റത്തേക്ക് വരുമ്പോഴേക്കും ഓർഗനൈസേഷൻ കുറച്ചുകൂടി ഡെവലപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പണ്ട് കാലത്തുള്ള ക്ലാസിഫിക്കേഷൻ രീതികൾ, ഏർലിയർ ക്ലാസിഫിക്കേഷൻ രീതികൾ, മെത്തേഡുകൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളും പോരായ്മകളൊക്കെ എന്ന് നമുക്കൊന്ന് കാണാം. ഒന്നാമത്തത് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ബാക്ടീരിയകൾ, ബ്ലൂ ഗ്രീൻ ആൽഗ, സയാനോ ബാക്ടീരിയ എന്നൊക്കെ പറയും ബ്ലൂ ഗ്രീൻ ആൽഗകളെ, ഫംഗസുകൾ, മോസകൾ, പന്നൽ ചെടികൾ എന്നൊക്കെ നമ്മൾ പണ്ട് പറയും. മോസുകൾ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സിലുള്ളൊരു ബ്രയോഫൈറ്റുകളാണ്. ഫോൺസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്, ഇവയൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ആ സമയത്ത് ക്ലിയറായിട്ട് അതിനെപ്പറ്റി പഠിക്കാം. ഇവയെല്ലാം നമുക്ക് പ്ലാന്റ്സിലായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതിനകത്ത് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗ, ഇവയെല്ലാം ഫംഗസുകളെല്ലാം വെവ്വേറെ കിങ്ഡംസ് ആണ്. അത് പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഓരോ ക്രൈറ്റീരിയകളും കൂടുതലായി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും കൂടുതലായി പരിഗണിക്കാൻ തുടങ്ങുമ്പോൾ അവയ്ക്ക് പുതിയ പുതിയ ക്യാരക്ടറുകളുണ്ടെന്ന് മനസ്സിലാവുകയും അവയെ നമ്മൾ അതനുസരിച്ചിട്ടുള്ള അക്കോർഡിംഗിലായിട്ടുള്ള പുതിയ ഗ്രൂപ്പുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇത് കാലഘട്ടം വികസിക്കുന്നതിനനുസരിച്ച് പുതിയ തരത്തിലുള്ള ടാക്സോണമിക്കൽ ക്രൈറ്റീരിയകൾ, മാനദണ്ഡങ്ങൾ വരുന്നതനുസരിച്ച് ഓരോ ഗ്രൂപ്പിലുള്ള ജീവജാലങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് മാറിയെന്ന് വരാം.
ഒരു ഗ്രൂപ്പിൽ പെട്ടിരുന്ന ജീവജാലം അതല്ല, അത് മറ്റൊരു ഗ്രൂപ്പാണെന്ന് നമുക്ക് തിരിച്ചറിയുന്ന കാലഘട്ടം വരുമ്പോൾ അവയെ അങ്ങോട്ട് മാറ്റി അതിനെ ഉൾപ്പെടുത്തുന്നതും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇനി ഒന്ന് നോക്കിക്കണ്ടേ, ഈ പറയുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത്, കോമൺ ക്യാരക്ടറിനകത്ത് നോക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? ഈ സെൽ വോളുള്ള ജീവജാലങ്ങളെ എല്ലാത്തിനെയും പ്ലാന്റ്സ് എന്ന് പെടുത്തിയിരുന്നു. പണ്ടത്തെ സിസ്റ്റത്തിലോ ക്ലാസിഫിക്കേഷൻസിൽ അങ്ങനെ പെടുത്തിയിരുന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ജീവജാലങ്ങളൊക്കെ ഇതിനകത്ത് കയറി വന്നത്, അല്ലേ? അപ്പോൾ അതുമൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? വളരെ വ്യത്യസ്തമായ ജീവജാലങ്ങളെല്ലാം ഒരൊറ്റ ക്യാരക്ടറായിട്ട്, ഗ്രൂപ്പായിട്ട്, അതായത് അവിടെ സെൽ വാൾ ഉണ്ടെങ്കിൽ അത് പ്ലാന്റ്സ് എന്നുള്ളതാക്കി. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം സെൽ വാൾ മാത്രമല്ല പ്ലാന്റ് എന്ന് കണക്കാക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്നറിയാം, അല്ലേ? മോഡ് ഓഫ് ന്യൂട്രീഷൻ തന്നെ പ്ലാന്റ്സിൻ്റെയും ഫംഗസുകളുടെയും ബ്ലൂ ഗ്രീൻ ആൽഗയുടെയൊക്കെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വളരെ വ്യത്യസ്തമാണ്, അല്ലേ? ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ, brought together the prokaryotic bacteria and the blue-green algae with other groups which were eukaryotic. ഇവിടെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയകളെയും ബ്ലൂ ഗ്രീൻ ആൽഗകളെയും യുക്കാരിയോട്ടിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് മാറ്റി, അല്ലേ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോകാരിയോട്ടിക് ബാക്ടീരിയകളും ബ്ലൂ ഗ്രീൻ ആൽഗകളെയും അവിടെ ഒന്നിച്ചെടുക്കുന്നു, ബാക്കി യുക്കാരിയോട്ടിക് ഓർഗാനിസംസിനെ അവിടെ നിന്ന് മാറ്റുന്നു. ഇനി ഗ്രൂപ്പ് ദ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ടുഗദർ, അല്ലേ? പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പഴയ കാലഘട്ടത്തിൽ ഇതെല്ലാം ഒന്നിച്ചായിരുന്നു, പക്ഷേ പുതിയ കാലഘട്ടത്തിൽ അവയെ മാറ്റുന്നു, അല്ലേ? പണ്ടെങ്ങനെയായിരുന്നു? ക്ലാമിഡോമോണാസും സ്പൈറോഗൈറയൊക്കെ ആൽഗയിലാണ് പെടുത്തിയിരുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. യൂണിസെല്ലുലാറും അതേപോലെ മൾട്ടി സെല്ലുലാറായിട്ടുള്ള ഓർഗാനിസംസിനെ ഒന്നിച്ചാണ് പെടുത്തിയിരുന്നത്. സ്പൈറോഗൈറ മൾട്ടി സെല്ലുലാറാണ്, ക്ലാമിഡോമോണാസോ യൂണിസെല്ലുലാറാണ്. അവയെ തമ്മിൽ ഒന്നിച്ച് പ്ലേസ് ചെയ്തിരുന്നു. ഇനി ഹെറ്ററോട്രോഫിക് ഗ്രൂപ്പുകളെ വേർതിരിച്ചിരുന്നില്ല. അവയെ എല്ലാം ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിലേക്കാണ് പെടുത്തിയിരുന്നത്. അതായത് ഫംഗസുകൾ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണല്ലേ, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അവയെ എല്ലാത്തിനെയും കൂടി ഗ്രീൻ പ്ലാന്റ്സിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു. ഇനി ഗ്രീൻ പ്ലാന്റ്സും ഫംഗസുകളും കൂടി തമ്മിലുള്ള വേറൊരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സെൽ വോളിൻ്റെ കമ്പോസിഷനിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇനി സെൽ വോൾ മാത്രമാണ് മാനദണ്ഡമായിട്ട് എടുക്കുമ്പോഴും സെൽ വോളിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. എന്ത് വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കണം. ഫംഗസുകൾ കൈറ്റിനേഷ്യസ് ആയിട്ടുള്ള സെൽ വോളാണ്, കൈറ്റിൻ ഉണ്ടാക്കിയ സെൽ വോളാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ പ്ലാന്റ്സിനകത്ത് സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയ സെൽ വാളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? ഇനി ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ പരിഗണിച്ചിരുന്നെങ്കിൽ, ഇതിപ്പോൾ പഴയ ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മളിപ്പോൾ കണ്ടത്, പഴയ രീതിയിലെല്ലാം എങ്ങനെ ഒന്നിക്കപ്പെട്ടു എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ ഈ നമ്മൾ കണ്ട എല്ലാ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഫംഗസുകളെ ഒരു സെപ്പറേറ്റ് കിങ്ഡമാക്കി മാറ്റി, അല്ലേ? നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കിക്കേ, പലതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാനദണ്ഡങ്ങൾ എടുത്തപ്പോഴേക്കും ഈ പറയുന്ന ഫംഗസുകളെ എല്ലാം കൂടി ഒരു സെപ്പറേറ്റ് കിങ്ഡമാക്കി മാറ്റി, അതിനെ പ്ലാന്റ്സിൽ നിന്നൊക്കെ വേർപെടുത്തി. ഇനി പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിനെ കിങ്ഡം മൊണീറയിലേക്ക് മാറ്റി, അല്ലേ? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിനെയൊക്കെ കിങ്ഡം മൊണീറയിലേക്ക് മാറ്റി. അതേപോലെ യൂണിസെല്ലുലാറായിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് അവയെ എന്താക്കി? കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് മാറ്റി, കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക്. കാരണം ഇവ യൂക്കാരിയോട്ടിക് ആയിരുന്നു. അങ്ങനെയുള്ള യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ അങ്ങനെ മാറ്റി. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റയിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്? ക്ലാമിഡോമോണാസിനെയും ക്ലോറലയെയും. ഈ പറയുന്നത് എന്തായിരുന്നു? നേരത്തെ ആൽഗയിലാണ് പെടുത്തിയിരുന്നത്, കാരണം സെൽ വോൾ ഉണ്ടായിരുന്നു, അല്ലേ? അതേപോലെ തന്നെ ഇവയെ തമ്മിൽ പാരമീസിയവും അമീബയും, നേരത്തെ അവയെ ആനിമൽ കിങ്ഡത്തിലാണ് പെടുത്തിയിരുന്നത്, കാരണം അവയ്ക്ക് എന്തില്ലായിരുന്നു? സെൽ വോൾ ഇല്ലായിരുന്നു. അപ്പോൾ അവയെ ഒന്നിച്ചു കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്, എന്താണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലായി, ജീവജാലങ്ങളെ അവയുടെ പലതരത്തിലുള്ള
സെൽ സ്ട്രക്ചർ, അതേപോലെ തന്നെ മോർഫോളജിക്കൽ അപ്പിയറൻസ്, അനാട്ടമി, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇങ്ങനെയുള്ള പല പല സെൽ വോളിൻ്റെ സ്ട്രക്ചർ, ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് വേർതിരിക്കുന്നു. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്, അല്ലേ? നമ്മൾ കണ്ടു. ഇനി പഴയ ക്ലാസിഫിക്കേഷനും പുതിയ ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പഴയതിന് എന്തൊക്കെയായിരുന്നു പോരായ്മകളുണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് പുതിയ മാനദണ്ഡങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റവും പുതിയ കാര്യങ്ങളും ഒരു ജീവജാലത്തിൽ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് അവ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറി മറ്റൊരു ഗ്രൂപ്പിൽ പെടാമെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. അപ്പം നമുക്ക് ഇതിനെ വിശദമായിട്ട് 2-3 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കുക.